വളാഞ്ചേരി ഓണിയൻ പാലം ദേശീയപാതയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അക്രമമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് കല്ലേറിൽ പരിക്കുപറ്റി. വളാഞ്ചേരി ഓണിയൻ പാലത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കടകളിൽ നിന്നും ശേഖരിച്ച മാലിന്യം ഫാമുകളിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിനിടയിൽ വാഹനത്തിന് നേരെ കല്ലേറുണ്ടാവുകയായിരുന്നു. കല്ലേറിൽ വാഹനത്തിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു. കോഴിമാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകാരാണ് സംഭവത്തിന് പിന്നിലെന്ന് സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. മലപ്പുറം ജില്ലയിലെ ചിക്കൻ വ്യാപാരികളുടെ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ വേസ്റ്റ് എടുക്കാനുള്ള അനുമതി മലപ്പുറം ജില്ലയിലെ 16 റെൻഡറി പ്ലാന്റുകൾക്കാണ്. അതിൽ അവരൊരു അവസരം മുതലാക്കി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായത്. ഈ ടിപ്പിംഗ് ഫീ വർദ്ധിപ്പിക്കുക, അതിനെതിരെ ചിക്കൻ വ്യാപാരികളുടെ സമരം, അതിന് സമരത്തിന്റെ അവസാനം നമ്മളിത് അവസാനിപ്പിക്കുന്നത് ഒരു ബദൽ സംവിധാനം നമുക്ക് കലക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമരങ്ങളൊക്കെ അവസാനിപ്പിക്കണമൊക്കെ. ആ ബദൽ സംവിധാനം എന്നുള്ള രീതിയിൽ ഇപ്പോ റെൻഡറി പ്ലാന്റുകൾ ഈ ടിപ്പിംഗ് ഫീ വർദ്ധിപ്പിച്ച നിലയിൽ വേസ്റ്റ് എടുക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആ ധിക്കാരപരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് കാരണമാണ് ഞങ്ങൾ ഈ ബദൽ ചർച്ചയൊക്കെ ചെയ്ത് സംഘടനകളും ഒക്കെ ഉള്ള രീതിയിലുള്ള ചർച്ചകളിലൊക്കെ നമുക്കൊരു അവസരമായിട്ട് കിട്ടിയത്. അപ്പോ നമുക്കിപ്പോ നിലവിൽ നിൽക്കുന്നത് കടകളിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ ഇപ്പൊ ഈ ഒരു ബദൽ സംവിധാനമാണുള്ളത്. റെൻഡറി പ്ലാന്റുകൾ ഇപ്പോഴും തന്നെ അവരുടെ കൂട്ടിയിട്ടുള്ള ടിപ്പിംഗ് ഫീ എത്രയാണോ അതിലേ എടുക്കുള്ളൂ എന്നുള്ള വാശിയിലാണ്. അപ്പോ കടകളിൽ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാൻ കഴിയാത്തൊരു സംഭവമാണല്ലോ ഇപ്പൊ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഈ റെൻഡറിംഗ് പ്ലാന്റുകളുടെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ വേസ്റ്റ് നമുക്ക് നമ്മളെ കടകളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്ടർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ബദൽ സംവിധാനമായിട്ട് പന്നി ഫാമുകൾ, മീൻ വളർത്തൽ കേന്ദ്രങ്ങൾ, അതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോ ഈ വാഹനം. ഇപ്പൊ ഒരു 10 ദിവസത്തിന്റെ അടുത്തായിട്ട് അല്ലെ 10 ദിവസത്തിൽ കൂടുതലായിട്ട് ഇപ്പൊ ഈ വാഹനമാണ് ഇവിടുന്ന് നമ്മളെ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് പോകുന്നത്. ഒരുപാട് പഞ്ചായത്തിലെ വേസ്റ്റുകൾ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ ആ വാഹനം ഇന്നിപ്പോ വളാഞ്ചേരി ഓണിയമ്പാലം എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഈ പാലം ഇറങ്ങി വരുന്ന സമയത്ത് ഈ പാലത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു വാഹനം വൈറ്റ് കളർ, ഒരു ഐട്ടൺ എന്ന് പറഞ്ഞൊരു വണ്ടിയും പിന്നെ ഒരു ഫോർച്യൂണർ വൈറ്റ് കളർ, ഈ രണ്ട് വാഹനം ഫോർച്യൂണർ കുറച്ച് മുമ്പിലായിട്ടും ഐട്ടൺ കുറച്ച് അതിന്റെ ബാക്കിലായിട്ട് റണ്ണിങ്ങിൽ നിർത്ത് ആ ഐട്ടണിൽ ഒരാൾ ഇറങ്ങി വന്നിട്ട് ഈ വാഹനത്തിന് കല്ലെടുത്തെറിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്, 2-3 കല്ല് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കല്ല് കിട്ടാൻ സാധ്യത ഒന്നുമില്ല, പക്ഷെ അവർ കല്ല് കൊടുന്നതാണ്. അത് നനവും കാര്യങ്ങളൊന്നും ഇല്ല. മഴ പെയ്ത് ഇവിടെ ഈ നനഞ്ഞു നിൽക്കുന്നത് ആ കല്ല് നനവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് മനഃപൂർവ്വം അവർ കൊടുന്നതാണ്. അപ്പൊ ഇവർ ഈ കല്ലെടുത്ത് എറിഞ്ഞു. അതിലുള്ള ഡ്രൈവർക്ക് കണ്ണിലേക്കൊക്കെ പരിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോ ഇത് മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, ഈ ഒരു സംവിധാനം തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് റെൻഡറി പ്ലാന്റുകാർക്കുള്ളത്. അപ്പോ ഈ രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള വേറെ എന്താ മാർഗം ഉള്ളത്? അത് നമുക്ക് ഈ ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന് ഉണ്ടാക്കി തരണമെന്ന് മാത്രമല്ല, ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള ബദൽ സംവിധാനങ്ങൾക്ക് അതിൻ്റെതായ സെക്യൂരിറ്റി കിട്ടേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. കാരണം നമുക്കറിയാലോ, കടകള് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഈ വേസ്റ്റ് ഇവിടുന്ന് എടുത്തു പോയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോ ഈ നിലവിലുള്ള ഈ സംവിധാനത്തിന് ഒരു സുഗമമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കോഴിമാലിന്യ പ്ലാന്റുകളിലേക്കായിരുന്നു മുൻപ് മാലിന്യം എത്തിച്ചിരുന്നത്. എന്നാൽ ചിക്കൻ മാലിന്യ ശേഖരണത്തിനുള്ള ഫീസ് റെന്റിംഗ് പ്ലാന്റുകാർ നിയമവിരുദ്ധമായി വർദ്ധിപ്പിച്ചതോടെ മലപ്പുറം ജില്ലയിൽ ജൂൺ ആദ്യവാരത്തിൽ ചിക്കൻ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. ജില്ലയിലെ ചില്ലറ ചിക്കൻ വ്യാപാരികളാണ് സമരരംഗത്തുണ്ടായിരുന്നത്. വലിയ പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ അടുത്തതിനാൽ കടകൾ അടച്ചിരുന്നത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാലായിരുന്നു വ്യാപാരികൾ അന്ന് സമരത്തിൽ നിന്നും പിന്മാറിയത്. കൂടാതെ ജില്ലാ കളക്ടർ VR വിനോദിന്റെ സാന്നിധ്യത്തിൽ കോഴിമാലിന്യം ശേഖരിക്കാൻ കോഴിക്കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുമായി ധാരണയായിരുന്നു. അതേ തുടർന്ന് ഒരു ബദൽ മാർഗമെന്നോണം കോഴിമാലിന്യം വ്യാപാരികൾ നേരിട്ട് പന്നിഫാം, മത്സ്യകൃഷി ഫാമുകളിലേക്ക് എത്തിക്കുകയായിരുന്നു നിലവിൽ ചെയ്തിരുന്നത്. ഇത്തരത്തിൽ മാലിന്യവുമായി പോകേണ്ട വാഹനത്തിനു നേരെയാണ് കല്ലേറുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പ്ലാന്റുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 3 Max Live.